നമസ്കാരം. ലഹരിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇതുവരെ ചൂടാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ച? കാരണം നാം ലഹരിയെ വിട്ടിട്ടില്ല, ലഹരി നമ്മയും വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ആകുലതകളും പേടിയും ധൈര്യക്കുറവും സ്ട്രെയിനും സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും എല്ലാം ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അകത്തുള്ള ധൈര്യത്തെ, അകത്തുള്ള ശക്തിയെ നാം സ്വീകരിച്ച് പുറത്തേക്കുള്ള നമ്മുടെ തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പോംവഴി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറയുകയുണ്ടായി. എങ്ങനെയാണ് നാം ആന്തരികമായി ഈ പറഞ്ഞ ശക്തിയെ തിരിച്ചറിയുക? എങ്ങനെയാണ് ഈ പറഞ്ഞ ശക്തിയെ തിരയുക, അനുഭവിക്കുക എന്നൊക്കെ ചോദ്യങ്ങൾ ധാരാളമുണ്ട്. എന്താണ് ആന്തരികമായ ഈ ശക്തിയെ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പലരും ചിന്തിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആത്മശക്തിയെ തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് എൻ്റെ ഉത്തരം. എങ്ങനെയാണ് കണ്ണടച്ചിരുന്ന് ഈ ശക്തിയെ കണ്ടെത്താൻ സാധിക്കുക എന്ന് പലരും ചോദിച്ചു. ഭാരതത്തിലെ പഴയ ഋഷിവര്യന്മാരെ കുറിച്ച്, യോഗികളെ കുറിച്ച് നാം പറഞ്ഞു കേട്ട സംഗതികളും ഇതിന് സപ്പോർട്ടിംഗ് ആണ്. അവരും ആത്മപരിശോധന നടത്തിയാണ് അവർക്ക് വേണ്ട ഉത്തരങ്ങളെ കണ്ടെത്തിയിരുന്നത്, അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞിരുന്നത്. ധ്യാനം എന്ന് നാം വിളിക്കുന്ന ഈ പ്രക്രിയ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് ബാഹ്യമായ കാര്യങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ അവയെ നിയന്ത്രിച്ച് നമ്മുടെ ആന്തരിക സ്രോതസ്സിന്, ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി. വളരെ സിമ്പിളാണ് ഈ പദ്ധതി. കണ്ണടച്ചിരിക്കുമ്പോൾ ധാരാളം ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ കടന്നു വരുന്നു. അവയാണ് യാഥാർത്ഥ്യം എന്ന് തോന്നിയേക്കും. ഒരിക്കലുമല്ല. അവയ്ക്കും അപ്പുറത്ത് ധാരാളം സംഗതികളുണ്ട്. എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചു കാലം തുടർച്ചയായി ധ്യാനം ചെയ്താൽ മാത്രമേ സാധിക്കൂ. ധ്യാനിക്കാൻ പല പദ്ധതികളുണ്ട്, മാർഗങ്ങളുണ്ട്, പല സമ്പ്രദായങ്ങളുണ്ട്. ഇവയിൽ ഏതുമാകാം നല്ലതേതെന്ന് പരിശോധിച്ച് അവ തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയിലൂടെ മുമ്പോട്ട് പോയി നമുക്ക് ബാഹ്യമായ ലഹരിയെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന മാർഗത്തെ തിരഞ്ഞെടുക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ധ്യാന രീതിയിലും യോഗ സമ്പ്രദായത്തിലും ട്രെയിനിങ് കൊടുക്കുവാൻ പ്രാപ്തരായ എന്നെപ്പോലെയുള്ള ആളുകളെ സമീപിക്കുവാൻ, വേണ്ട സംശയങ്ങൾ ദൂരീകരിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ധ്യാന സമ്പ്രദായങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി.